നമസ്കാരം. നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാമത്തെ പൂർണ്ണ ബജറ്റിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അവയുടെ വിൽപ്പന കൂട്ടാൻ സഹായിക്കുന്ന ചില തീരുമാനങ്ങളുണ്ടായിരുന്നു. സർക്കാരിന്റെ പ്രധാന ശ്രദ്ധ ഇനി സോളാർ എനർജി, EV ബാറ്ററികൾ എന്നിവയിലായിരിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞിരുന്നു. അടുത്ത കാലത്തായി ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ കൊണ്ടുവരുന്ന നയങ്ങളുടെ തുടർച്ചയാണിതെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. EVകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളുടെ വില കുറച്ചുകൊണ്ട് അവ കൂടുതൽ വില കുറഞ്ഞതാക്കുന്നതിലാണ് കേന്ദ്ര ബജറ്റ് ഊന്നൽ നൽകിയത്. ലിഥിയം ബാറ്ററികളുടെയും അനുബന്ധ മേഖലകളുടെയും ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2025-26 കേന്ദ്ര ബജറ്റ് കാര്യമായ നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നു. പ്രാദേശിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, ഇലക്ട്രിക് വാഹനങ്ങളും ഇലക്ട്രോണിക്സും കൂടുതൽ താങ്ങാനാവുന്നതാക്കി മാറ്റുക എന്നിവയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ധനമന്ത്രി പറഞ്ഞിരുന്നു. കൊബാൾട്ട്, ലിഥിയം അയൺ ബാറ്ററി സ്ക്രാപ്പ്, ലെഡ്, സിങ്ക്, മറ്റ് 12 നിർണായക ധാതുക്കൾ തുടങ്ങിയ അവശ്യ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി സർക്കാർ എടുത്തുകളഞ്ഞതാണ് കേന്ദ്ര ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്ന്. ഈ സാമഗ്രികൾ ബാറ്ററി, അർദ്ധചാലകങ്ങൾ, റിന്യൂവബിൾ എനർജി ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് വളരെ പ്രധാനമാണ്. സർക്കാർ നടപടി EVകൾ, മൊബൈൽ ഫോണുകൾ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണ ചെലവ് കുറയ്ക്കുന്നതായിരുന്നു. ബാറ്ററികൾക്ക് വില കുറയുന്നതോടെ സ്വാഭാവികമായും ഇലക്ട്രിക് വാഹനങ്ങളുടെയും വില കുറയും. അത് കൂടുതൽ താങ്ങാനാവുന്നതാവും. ഉൽപാദന ചെലവ് കുറയുന്നതോടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിക്കുകയും അതുവഴി ചൈന അടക്കമുള്ള വിദേശ രാജ്യങ്ങളെ ബാറ്ററി ഘടകങ്ങൾക്കും മറ്റും ആശ്രയിക്കുന്നത് കുറയ്ക്കാനുമാകും. കേന്ദ്ര ബജറ്റിലെ ഇത്തരം പ്രഖ്യാപനങ്ങളിലൂടെ EV വാഹനങ്ങളുടെ വില നന്നായി കുറയും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഇതുകൂടാതെ EV ബാറ്ററി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന 35ലധികം സാധനങ്ങളുടെയും മൊബൈൽ ഫോൺ ബാറ്ററി നിർമ്മാണത്തിനുള്ള 28 ഇനങ്ങളുടെയും ഡ്യൂട്ടി ഒഴിവാക്കിയിരുന്നു. തൽഫലമായി ബാറ്ററി ഉൽപ്പന്നത്തിന് ആവശ്യമായ യന്ത്രങ്ങളും ഉപകരണങ്ങളും അധിക നികുതിയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ കമ്പനികൾക്ക് സാധിക്കും. പ്രാദേശിക ബാറ്ററി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നീ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്ന സർക്കാർ ടാറ്റ, ഓല, റിലയൻസ് തുടങ്ങിയ കമ്പനികളുടെ ആഭ്യന്തര പ്രവർത്തനം വിപുലീകരണത്തിന് പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടിരുന്നു. തൽഫലമായി EV വാഹനങ്ങളുടെ വില കുറയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇന്ന് സംസ്ഥാന ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെ സംസ്ഥാനത്തെ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കുമെന്ന് പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഇലക്ട്രിക് കാറുകളുടെ നികുതി കൂട്ടുമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചത്. വില അനുസരിച്ചായിരിക്കും നികുതിയിൽ മാറ്റം വരിക. ഒറ്റത്തവണ നികുതി അടച്ചു വരുന്ന സ്വകാര്യ ഇലക്ട്രിക് വാഹനങ്ങൾ 15 വർഷത്തെ നികുതിയായി നിലവിൽ ഈടാക്കുന്നത് 5% നികുതിയാണ്. വിലയുടെ അടിസ്ഥാനത്തിൽ നികുതി പുനഃക്രമീകരിക്കും. 4 ചക്രങ്ങളുള്ള സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒറ്റത്തവണ നികുതി അവയുടെ വില അനുസരിച്ച് പുനഃക്രമീകരിക്കുമെന്നും പ്രഖ്യാപനം വന്നു. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 8% നികുതിയും 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതിയും ഈടാക്കും. ഈ നികുതി വർധനവിലൂടെ 30 കോടി രൂപ അധിക വരുമാനം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. EV വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനാണ് കേന്ദ്ര ബജറ്റിൽ വില കുറച്ചത്. എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി കൂട്ടി ഇരുട്ടടി നൽകിയിരിക്കുകയാണ് കേരള സർക്കാർ.